നാട്ടിക മണ്ഡലത്തിൽ കുറി തീപാറുന്നൊരു പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. LDF-ലെ CPI-യിലെ വിന്ദ ഗോപിയാണ് ഗീതാ ഗോപിയാണ് തവണ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. ഏത് രീതിയിൽ, കാരണം കാണുമ്പോൾ തൊട്ട് വലിയ ഓട്ടത്തിൻ്റെ പുറകെയാണ് ഞങ്ങൾ വന്നു ചേർന്നത്. വളരെ ആവേശകരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് നാട്ടികയിൽ നടക്കുന്നത്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹപ്രവർത്തകരാണ്. 10 വർഷം എന്നെ നെഞ്ചിലേറ്റിയ എൻ്റെ പ്രിയ വോട്ടർമാർക്കിടയിൽ എത്തുമ്പോൾ തികച്ചും അപരിചിതയല്ല ഞാൻ. ഈ നാടിൻ്റെ ഒരു തുടർ വികസനം, ഈ കേരളത്തിൻ്റെ ഒരു തുടർ ഭരണം, അതിനായി ശക്തി പകരാൻ എന്നെ ജയിപ്പിച്ചേ പറ്റൂ. ഇതാണ് എൻ്റെ വാക്കുകൾ. എന്തായാലും നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെയാണ് എൻ്റെ സഹപ്രവർത്തകരും ഈ നാട്ടിലെ വോട്ടർമാരുടെ ഇടയിൽ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ നാട്ടിക എന്നൊരു പേര് ഇത്തവണ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടുന്ന ഒരു സ്ഥാനാർത്ഥി മാറ്റം സംബന്ധിയായ കാര്യങ്ങളിലാണ്. അത് ഏതെങ്കിലും രീതിയിലൊരു ബാധിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കാരണം വോട്ടർമാരുടെ ഇടയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ അംഗീകാരം എൻ്റെ പ്രിയ സഖാക്കൾ അവർ പറയും. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഇതിൽ അദ്ദേഹം ഉയർത്തുന്ന CC മോഹൻ രാവിലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നു. എങ്ങനെയാണ് അത്തരം ആരോപണങ്ങൾ? അതിന് ഞാൻ ഒരിക്കലും മറുപടി പറയാൻ തരില്ല. അതിനെൻ്റെ നേതൃത്വം എൻ്റെ മുന്നിലുണ്ട്, അവർ പറയും. ഈ രീതിയിൽ ഈ ദിവസങ്ങളിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ കിട്ടിയിട്ടുള്ളൂ പ്രചാരണത്തിന്. എന്താണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്? വെല്ലുവിളി എന്ന് പറയുന്ന കാര്യം എൻ്റെ മുന്നിൽ ഇപ്പം ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അപരിചിതയല്ല എൻ്റെ വോട്ടർമാർക്ക്. 10 വർഷത്തിൻ്റെ ഈ നാടിൻ്റെ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് അവർ സാക്ഷികളാണ്. ഒന്നും നുണകളല്ല, എല്ലാം പച്ചയായ സത്യങ്ങൾ കുത്തിവെച്ച പോലെ നാട്ടിയുടെ വികസനത്തിന് തുടർഭരണം ആവശ്യമാണെന്നും ആ സർക്കാരിന് വേണ്ടി നാട്ടിയ തുടർ വികസനത്തിനായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലാണ് ഞാൻ ഒട്ടപ്പെടുത്തുന്നത്. അത് ജനം നെഞ്ചിലേറ്റുമെന്നാണ് എനിക്ക് വിശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇലക്ഷൻ പോളിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഒരുപക്ഷെ നാട്ടിക മണ്ഡലത്തിൽ നിന്ന് BJPക്ക് NDAക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചൊരു സ്ഥലമാണ്. ഏതെങ്കിലും രീതിയിൽ അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ ഇത് വോട്ടിങ്ങിനെല്ലാം ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പുരോഗതിയെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനക്ഷേമ വികസനങ്ങളെല്ലാം ഈ സർക്കാർ തൊട്ടുണർത്തി തന്നെയാണ് ഈ ഭരണം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണല്ലോ 10 വർഷം കേരളത്തിൽ ജനം ഇടതുപക്ഷത്തിന് നെഞ്ചിലേറ്റിയത്. അപ്പോൾ നാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു മണ്ഡലം ബേസ് ചെയ്ത് പോകുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ വികസനപരമായി നമ്മൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു കാഴ്ചപ്പാടായിട്ടായിരിക്കും ജനം സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇടതുപക്ഷത്തിനൊരു അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പൊതുവെ നിയമസഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഇക്കുറിയും അത് തുടരും. തീർച്ചയായിട്ടും തുടരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. 5 മണ്ഡലങ്ങളിൽ എത്രമാത്രം വിജയം കൈവരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കിഷോമാറുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവത്സനുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ജ്യോതി ലക്ഷ്മി ചേച്ചിയുണ്ട്, സഹപ്രവർത്തകരെല്ലാവരും ഉണ്ട്. വികസന പദ്ധതികൾക്ക് വോട്ടിടുകയാണെങ്കിൽ വിജയം അത് ഒപ്പം തന്നെ നിൽക്കും. കാരണം ഉറപ്പല്ലേ, ഒരു നാടിൻ്റെ വികസനം വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏത് ജനങ്ങളാ അതിനെ സഹായിക്കാതിരിക്കുക? അപ്പം നാട്ടിയുടെ വികസനത്തിൽ എനിക്ക് പറയാനുള്ള എൻ്റെ വോട്ടർമാരോട് സ്വന്തമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ അല്ലേ കൃഷ്ണമാരേട്ടൻ, അത് കൃഷ്ണമാരേട്ടൻ പറയട്ടെ. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ തൻ്റേതാണെന്നാണ് മുകുന്ദൻ്റെ അവകാശവാദം പറയുന്നത്. അതൊക്കെ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ഏതൊക്കെ തലത്തിലാണെങ്കിലും എനിക്കതിലൊരു പ്രശ്നമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. അതിലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നാട്ടികയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഗീതാ ഗോപി ഉള്ളത്. വലിയ മുന്നേറ്റം പ്രചാരണ രംഗത്ത് നടത്താൻ കഴിയുമെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്ന രീതിയിൽ തന്നെ തൃശ്ശൂരിനെ അടയാളപ്പെടുത്താൻ ഇത് നാട്ടികയ്ക്ക് കൂടി കഴിയുമെന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. നാട്ടിക മണ്ഡലത്തിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, News 18.